നേരെ നേരെ. ആ ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ ഇറക്കി ഇറക്കി. ഓ ചാറല്ലേ. ഓക്കെ. അപ്പം നമ്മുടെ ബ്രോ ഡാനിഷ് തേനീച്ച കൃഷി പഠിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഈ കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ തേൻ ഉൽപ്പാദനമൊക്കെ നല്ല രീതിയിൽ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ ഫുൾ സേഫ്റ്റി എക്യുപ്മെൻസും ഫുൾ സെക്യൂരിറ്റി ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഡാൻസ് സജീവമായിട്ട് തേനെടുത്തോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഓന് 1-2 വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൻ ആദ്യമായിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാണ്. ചെങ്ങായിക്ക് നല്ല സ്കില്ലുണ്ട്. എന്താ സിമ്പിളായിട്ട് ഓൻ കുറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസിനെയൊക്കെ എന്ത് ചെയ്യുക, ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. സ്മോക്കറൊക്കെ എടുത്തിട്ട് കൈകാര്യം ചെയ്തിട്ട്. ഡാൻസ് എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? സൂപ്പർ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇതാ 2 സെല്ല്, ഇതാ 3 സെല്ല്, ഇതാ ഇത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിന് നമുക്കിതിൽ പിന്നെ ഒരു സെല്ല് കെട്ടിക്കോ നോക്കണം. ഒരു സെല്ല് കെട്ടിക്കണം, അത് നോക്കട്ടെ. ചാൻസ് കിട്ടി കിട്ടത്. ഇതിലടക്കം ശരിയാണ്. ഈ ആണിച്ചനടയൊക്കെ നമുക്ക് ചെത്തി കൊടുക്കണം. വെച്ചു. പൊന്തിക്കുന്നതാണ് റാണി സെല്ല്. അങ്ങനെ പൊന്തി നിന്ന് കഴിഞ്ഞാൽ ഈച്ച എന്ത് ചെയ്യും, ഒരു കൂട്ടം ഈച്ചയായിട്ട് പഴയ റാണി പറന്നു പോകും. അതാണ് നേരത്തെ ആ കൂട്ടിൽ പറന്നുപോയി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ 4ാം തട പരിശോധിച്ച് നോക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സ്മോക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ കുത്തും. ഉണ്ടോ, ഇവിടെയും കുത്തി. അപ്പോൾ ഇതൊന്നും നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കും. ഇങ്ങനെ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ഡാൻസ് എന്താ സംഭവിക്കുക, പഴയ റാണിയും ഒരു കൂട്ടി ഈച്ചയായിട്ട് എന്ത് ചെയ്യും, പറന്നു പോകും. അപ്പം നമുക്ക് ആ പ്രാവശ്യം തേൻ കിട്ടൂല. ഓക്കെ. ഇനി 3ാം തടം നമ്മൾ പരിശോധിക്കാം. ഇങ്ങനെ പൊക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ പാടില്ല. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇതിലെവിടെ സെല്ല്, റാണി സെല്ല് എവിടെ? ആ ഇതാ ഇവിടെ ഏറ്റവും വലിപ്പമുള്ളത്. ഇതിലിങ്ങനെ തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ തള്ളി നിൽക്കുന്നില്ലേ, അതൊക്കെ ആണീച്ചൻ്റെ ഇട. ഓക്കെ, അവിടെ തന്നെ ഉള്ളൂ. നമുക്ക് 2 അടയും കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേനെടുക്കാം. ഓക്കെ, വെച്ചു. ഇത്തല്ലേ ഈച്ചയെ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോരുത്. ജസ്റ്റ് ഒക്കെ പുക കൊടുക്കണം. ഇതിലെവിടെ കണ്ടില്ലേ? ഇപ്പോൾ കൂടുതലായിട്ട് റാണിസെല്ല് മൂല വശങ്ങളിലാണ് കാണുക. എങ്കിലും നടുവിലൊക്കെ ഉണ്ടാവും. നമ്മളത് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, പൊട്ടിച്ചെടുത്തിട്ടില്ല അത് റാണിയായിട്ട് മാറും. അപ്പോൾ കൂടുതൽ പുതിയ റാണി വിരിയുമ്പോൾ എന്ത് ചെയ്യും, പഴയ റാണി പോകും, കൂട് വിട്ട് പോകും. പഴയ റാണിയും കുറേ ഈച്ചകളും. അപ്പം പോവാണ്ടിക്കത് ഇങ്ങനെ 5 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യണോ, നമ്മളിങ്ങനെ തുറന്നിട്ട് ഉള്ളിൽ ആ സാധനം പൊട്ടിച്ചെടുക്കണം. ഇനി ഒരടയും കൂടെ നമുക്ക് തുറക്കാനുള്ളൂ. ഒറ്റ അടയും കൂടി. എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയില്ലെങ്കിൽ നാളെ മറ്റന്നാൾ വരെ കൂടെ വിട്ട് പോയാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞു. അപ്പോൾ കൂടിൻ്റെ ഉള്ളിലത്തെ പരിപാടി കഴിഞ്ഞു. എന്നുവെച്ചാൽ കയ്യിലുള്ളത് ചുരണ്ടി ക്ലീൻ ആക്കിയില്ലേ? ഓക്കെ. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രെയിമുകളുണ്ടല്ലോ, ഈ ഫ്രെയിം ഇങ്ങനെ പരസ്പരം ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം. അധികം അടക്കാൻ പാടില്ല. ആ സൈഡിൽ ഞാൻ അയക്കോ, എന്താ ഈ സൈഡിൽ ഇതിങ്ങനെ കേട്ടോ, ഒരു ചെറിയൊരു അകലം വെട്ടിയിട്ട് ഇങ്ങനെ നേരെ ആക്കി കൊടുക്കാം. ഇതിങ്ങനെ വിട്ട് നിൽക്കില്ലേ, ഇത് ഈ 2ാമത്തെ ഫ്രെയിം എടുക്കാം. അത് പതുക്കെ 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 ഈച്ച കുത്തും. ഇനി പേടിക്കണ്ട, ഇനി കുത്തൂല, ഇനി കുത്തവർ കഴിയില്ല. പതുക്കെ 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 കേട്ടോ, പതുക്കെ. ആ ഒന്നും കൂടി നേരാക്കി. മതി മതി മതി. ഇനി അടുത്ത 3ാമത്തെ ഫ്രെയിം പതുക്കെ പതുക്കെ ഞാൻ പോക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ. ആ ഗ്ലൗസ് നല്ല വലിപ്പമുള്ളോട്ട് ഇതൊക്കെ ഇട്ടുണ്ടാവില്ലേ? ആ മതി മതി. ഇനി അടുത്ത 4ാമത്തെ പതുക്കെ ആ മതി 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 മതി. ഇനി 5ാമത്തെ ആ വെരി ഗുഡ് വെരി ഗുഡ്. പതുക്കെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ആയിക്കൊടുക്കും. ഓക്കെ. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ളൊരു ഫ്രെയിം ഇല്ലേ, അത് ഇട്ട് കൊടുത്തോ 6ാമതായിട്ട്. വേണ്ട വേണ്ട. ആ അട നമ്മൾ മേലെ തേൻ വെക്കാൻ വേണ്ടി പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടരുത് 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 തട്ടുകയും ചെയ്യരുത്. ഓക്കെ.
ഓക്കെ. അത് നമ്മൾ ഏകദേശം നേരെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഈ സൂപ്പർ എടുത്ത് ഇതിൻ്റെ മേലെ വെക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മേലെ കണ്ടില്ലേ 1-2 അട ഇത് അത് ചെത്തിക്കളാം. കത്തിയെടുത്തോ, ഈച്ചനെ ഒന്ന് പോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെത്തിക്കോ. മേൽത്തട ചെത്തി മുറിച്ച് മാറ്റുക. പതുക്കെ ഈച്ചക്ക് തട്ടരുത്. പതുക്കെ മുറിച്ചെടുക്കാം. ഈച്ച തട്ടരുത്. നേരെ മുറിച്ചോ. വെരി ഗുഡ്. ഓക്കെ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അത് നമ്മൾ ക്ലീനാക്കി. ഇനി അടുത്ത ഒരു വശം കൂടി ഉണ്ട്. പതുക്കെ ഈച്ച പോലും അറിയരുത്. മതി. അതെടുത്ത് ഇങ്ങനെ മേലേക്കോ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സൂപ്പറിൽ തേൻ എടുക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ചെറിയൊരു ഇത് കൊടുക്കാൻ പറ്റും. കുറച്ച് ഗ്യാപ്പ് കൊടുക്കാണ് ഇങ്ങനെ വെച്ചു. ഇനി ചെയ്യേണ്ട എന്താ അറിയാം? ഇനി ഈ സൂപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ മേലെ വെക്കണം. ആ കത്തി അവിടെ വെച്ചോ. ഇഞ്ഞെക്കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇനി പെട്ടെന്ന് പഠിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സൂപ്പർ നേരത്തെ എടുത്താൽ മതി. അടിയിൽ വെയിറ്റ് ഉണ്ടാവും. പതുക്കെ പൊക്കുക. അത് 2 കൈന്ന് കൂട്ടിയിട്ട് പതുക്കെ. പെട്ടി തട്ടാൻ പാടില്ല. പതുക്കെ, വളരെ പതുക്കെ. ഇനി ഈച്ചനൊന്ന് പതുക്കെ പോക്കുന്നു. ഇനി ഇതിൻ്റെ മേലെ പതുക്കെ ലെവലിനെ വെക്കണം. പതുക്കെ സാവധാനം വെച്ചായി. ഏത് അത് കുഴപ്പമില്ല, ഞാൻ ഊതിക്കോളാം. പതുക്കെ. വെരി ഗുഡ്. ഓക്കെ റെഡി. ഇനി നമുക്ക് തേൻ എടുക്കണം. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണി ചെയ്യാനുണ്ട്. ഈ ഇട നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ സൂപ്പർ കൊടുക്കണം. റെഡി അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മൂടി എടുത്തിട്ട് നമ്മളെ ഫസ്റ്റ് ഈ മൂടി ചെറുങ്ങനെ ഒന്ന് പൊക്കി. വളരെ ചെറുങ്ങനെ കേട്ടോ, ചെറുങ്ങനെ പൊക്കുക. ഓക്കെ. ഇനി പതുക്കെ കത്തിക്കുക. നോക്കട്ടെ എന്താ ഇത്. ഇതിലേക്ക് മറച്ച് തേനായിരിക്കണം. ഇനി എന്ത് ചെയ്യുക? ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പതുക്കെ ഇടത്തോട്ട് ചിരിക്കുക. പതുക്കെ. അങ്ങനെയില്ല, പറയാം. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇടത്തോട്ട് ലോക്ക് ചെയ്യുക. ഞാൻ തന്നെ ലോക്ക് പിടിച്ചു തരാം. നോക്കട്ടെ. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഇനി ഇതെടുത്ത് നേരെ ഇതിൻ്റെ താഴെ വെക്കുക. പതുക്കെ വെക്കണം കേട്ടോ. ഓക്കെ. പതുക്കെ പൊന്നിച്ചോ. വെയിറ്റ് ഉണ്ടാവും. പൊന്നിച്ചോ. വിടരുത്, ഒരു ആവശ്യം വിടരുതേ. താഴെ വെച്ചോ. പതുക്കെ അതിൻ്റെ മേലെ തന്നെ വെച്ചോ. പതുക്കെ വെക്കും. ഒന്നും കൂടി പതുക്കെ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൽ 6ാമത്തെ അട ഉണ്ടല്ലോ, ഇതിൽ നമ്മളെ കുത്താൻ വരുന്ന ഈച്ചനൊക്കെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒതുക്കി. ഇതിൽ 6ാമത്തെ അട പതുക്കെ ഇങ്ങനെ ജസ്റ്റ് മേലോട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് പതുക്കെ എടുക്കുക. പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടരുത്. പതുക്കെ അങ്ങനെ എടുത്തെടുത്ത് എഴുതരുത്. ഇനി എന്തായാലും കുത്തൂല അത്. പതുക്കെ തട്ടരുത്. പതുക്കെ സാവധാനം തട്ടരുത്. തട്ടേ ചെയ്യരുത്. കണ്ടില്ലേ, ഇത് മൊത്തം ആണീച്ചൻ്റെ അടയാണ്. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഈച്ച നമ്മൾ ഇറക്കണം. ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യുന്നു. ഇത് റാണി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് സ്മോക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ വെക്കുന്നു. ഈച്ച മൊത്തം ഇറങ്ങിക്കോളും. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ പണി ചെയ്യാൻ. അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് ഈ ഫ്രെയിം ഇതിൽ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് സൂപ്പർ കെട്ടാവുമ്പോഴത്തേക്ക് എന്നിട്ടാണ് നമ്മൾ തേനെടുക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊടുക്കുക. ശരിയും കൂടെ ഇറങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഭാഗം പിടിച്ചോ. ആ ഫ്രെയിം കറക്റ്റ് സ്ട്രോങ് പിടിക്കണം. അങ്ങനെയല്ല, കിട്ടോ. ഇവിടെ ഇങ്ങനെ അങ്ങ് പിടിച്ചോ. മുറുക്ക പിടിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മേലെ നോക്കിയിട്ട് റാണി ഉണ്ടോ നോക്കുകയാണ്. റാണി ഇല്ലെങ്കിൽ നമ്മൾ ഈച്ചനെ കുടയാൻ പോവാണ് കേട്ടോ. ഓക്കെ. അതിന് ആ സൈഡിൽ ഇപ്പുറ സൈഡ് അങ്ങനെ പതുക്കെ അട പിടിക്കുമ്പോൾ ചെരിയരുത് ഇങ്ങനെ. ഓക്കെ. ഇനി ഒന്നും കൂടി നേരെ പിടിച്ചോ. നമ്മൾ കുടയാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ തീരെ ഫ്രണ്ടിൽ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈച്ചനെ കുടയാണ്. ഞാൻ പറയും കേട്ടോ. റെഡി ഒറ്റ കുടയിൽ. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ കുടയിൽ കേട്ടോ. അപ്പോൾ റെഡി 1 2 3 കുടഞ്ഞോ. മതി പൊട്ടു കേട്ടോ. കുടഞ്ഞിട്ട് പോകുന്നില്ല. ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി പുകയുന്നു. ഒന്ന് അടുത്തത് ഒന്നും കൂടി പോക്കുന്നു. ഓക്കെ. ഇതൊന്ന് മുറിച്ചിട്ട് അടുത്ത പണി. ഇതിലൊരു സെല്ല് കെട്ടുന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ട് ലാസ്റ്റ് സെല്ല്. ശരിക്കും മുറിച്ചോ. അരി ചേർത്ത് മുറിച്ചോ. ഓക്കെ, വെരി ഗുഡ്. ഇനി മെല്ലെ പൊക്കി എടുത്തോ. ഇനി ഇതിൻ്റെ ഉള്ളെന്തേക്കും ഇങ്ങനെ ചുരണ്ടിട്ട് ക്ലീൻ ആയിക്കോ. കുറച്ച് വിട്ടിട്ടാക്കണം. അത് ഇനി ഇതും കൊണ്ടുപോവാം. ഇനി നമ്മൾക്ക് ഇത് ആണീച്ച കേട്ടോ. ആണീച്ച എങ്ങനെ തിരിച്ചറിയാം? മുമ്പോട്ട് എന്ത് ചെയ്യും? പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ്ടാവും, ഇങ്ങനെ തള്ളി നിൽക്കണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് ജസ്റ്റ് മുറിച്ച് കളയുക.
ഓക്കെ, ഈ വേലക്കാർ ഈച്ചകൾ വിരിയാറായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ചെത്തിക്കളയുന്നില്ല. അപ്പം അങ്ങനെ വിരിയാറായ ഈച്ചേൻ്റെ അല്ലാത്ത നമ്മൾ അപ്പോൾ അതാ ഇതും ചെത്തിക്കളഞ്ഞു. എന്നിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ജസ്റ്റ് വെള്ളം അടിച്ചിട്ട് വെക്കാം. ആ, ഇത് നല്ലോണം കഴുകണം. അപ്പോൾ ഇങ്ങനെ വിരിയാറായ ആണീച്ചനെ മാത്രം ചെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ കറുത്ത് കിടക്കുന്ന പെട്ടെന്ന് വരും. ജസ്റ്റ് വെറുതെ ഒന്ന് ഇതാക്കിയത് അടിച്ചോ എന്നിട്ട് ഇങ്ങനെ മതി. എനിക്ക് 2 സൈഡും എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ടു. ഓക്കെ, റെഡിയാകുന്നില്ലല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ പിടിക്കുക, ഇതെൻ്റെ മൂട്ടിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേലേന്ന് താഴോട്ട് അട ഉണ്ടാവുക, ഇങ്ങനെയല്ല അട ഉണ്ടാവുക. ഇതിപ്പോൾ ഫ്രെയിമിൽ നിന്ന് ഇങ്ങനെ സാധാരണ ഉണ്ടാവുക. നമ്മൾ തേൻ വെക്കാൻ വേണ്ടി നേരെ തലയിൽ വെച്ച് കൊടുക്കുക. എന്നാലേ ഇവർ മൊത്തം പണിയോടും. ആ, തിരിഞ്ഞ് വെക്കുക. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ തേൻ നിറക്കാനുള്ള ഭാഗം കുറച്ച് മേലോട്ട് പൊങ്ങിയിട്ടാണ് വേണ്ടത്. പക്ഷേ ഇത് ഈച്ച ഇറങ്ങുന്ന സാധനം കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെപ്പോഴും ഒരു താഴോട്ടൊരു ഫ്ലോപ്പ് ഉണ്ടാവും, ചെരിവുണ്ടാവും. അപ്പോൾ നേരെ തലയിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആ ചെരിവ് മേലോട്ടാവും. അപ്പോൾ തേൻ ഇറ്റ് വീഴൂല. അപ്പോൾ ഈച്ചകൾ അങ്ങനെയാണ് പണിയുക. അപ്പോൾ ഈച്ചകൾ പണിയുന്ന രീതി തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളുടെ അടുത്ത് വെച്ചു. ഇനി അടുത്ത നമ്മളെ മെയിൻ പരിപാടി തേനെടുപ്പാണ്. അതായത് നേരത്തെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നടാ, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യുന്നു, തലയിരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇനി വാ നമ്മൾ തേനെടുപ്പ്. ആ മൂടിനെ പതുക്കെ വെക്കണം. അതിനറച്ച് ഈച്ച ഉണ്ട്. പക്ഷെ നല്ല പൊന്തിക്ക് കണ്ടില്ലേ, ഈച്ച ഉണ്ടില്ലേ, ഫുള്ള് ഈച്ചയാണ്. ഓക്കെ, ഇതിൽ വെച്ചോ, ഇതിനെ മേലെ കമത്തി വെച്ചോ, അങ്ങനെ തന്നെ കറക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര തേൻ എടുക്കുകയാണ്. അപ്പോൾ നിറച്ചും കണ്ടില്ല, അല്ല സൂപ്പറായിട്ട് തേൻ. ഇപ്പുറം വാ, ഈ സൈഡ് വാ. അതിൽ ഒന്നാമത്തെ ഫ്രെയിം എടുക്കാം. ഒന്നാമത്തെ ഫ്രെയിം. ആ, പതുക്കെ പൊന്തിക്ക്, ഈച്ച തട്ടരുത്. ആ, ഇനി നമ്മൾ മെല്ലെ പൊന്തിച്ചിൽ റാണി ഉണ്ടോ നോക്കുക. ഇങ്ങനെ നോക്കുക, റാണി ഉണ്ടോ നോക്കുക. റാണി ഉണ്ടെങ്കിൽ റാണി നല്ല വലുപ്പം ഉണ്ടാവും. ഒറ്റ നോട്ടിലൊന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെരിച്ച് വെച്ചാൽ മതി. അങ്ങനെ എല്ലാം ചെരിച്ച് വെച്ചോ. അപ്പോൾ ഈച്ചകൾ താഴോട്ട് ഇറങ്ങിക്കോളും. ഈ സൈഡ് പൊന്തിച്ചിട്ട് ചെരിച്ച് വെച്ചു. ചകിരി മൊത്തം കഴിഞ്ഞ് കാനഡ ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈച്ച എന്ത് ചെയ്യും, തായോട് ഇങ്ങനെ ഇറങ്ങും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഇതിൽ നിന്ന് എടുക്കുന്ന കറക്റ്റ് പഠിച്ചോട്ടോ. ഇങ്ങനെ പിടിക്കുന്നു. ഞാൻ ഒന്ന് കാണിച്ചിട്ട് അടുത്ത് ഇങ്ങനെ ചെയ്തോ. ഇത് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് 2 സൈഡ് ഒന്ന് ഇങ്ങനെ സ്മോക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ റാണി ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് പതുക്കെ ഇങ്ങനെ കുറഞ്ഞിട്ടായി ഇങ്ങനെ ഒരു വൈബ്രേഷൻ കൊടുക്കാം. വേണ്ട, അത് മൊത്തം പോകുന്നു. നമ്മൾ സ്മോക്കർ എന്നാ ഒന്ന് പൊക്കറ്റാ. ആ, എടുക്കും കൂടെ. ആ, ഞാൻ സ്മോക്ക് അടിച്ചാൽ അതൊക്കെ പതുക്കെ അങ്ങനെ തട്ടരുത്, തട്ടാൻ കിട്ടും. ആ, ഓക്കെ. ഇനി ഈ ചിലപ്പോൾ അതൊക്കെ വൈബ്രേഷൻ ചെയ്തെടുത്തോ. ആ, അത് തന്നെ പോകുന്നില്ലല്ലേ. ഞാൻ പറയാം. ആ, കുറഞ്ഞോ ഏകദേശമായി. ആ, റെഡി. അങ്ങനെ 2 സൈഡും പിടിച്ച് നല്ല വെയിറ്റിൽ നിന്ന് കുറഞ്ഞു. അടുത്ത കുറഞ്ഞോ. ആ, അയ്യോ സെക്കൻഡ് പഠിച്ച് കുറേ ആയി. ഓക്കെ, ഇനി ഒരു 2 കൂടി. അവിടെ ഓവറില്ല, അപ്പോൾ ഉള്ള ഓട്ടം മാത്രം ജസ്റ്റ് അതിൻ്റെ കോണ് വെച്ച് ഇതാക്കിയാൽ മതി. സീല് മാത്രം. ആ, ജസ്റ്റ് ആ, അത് മതിയടാ. ഇതിക്ക് വെച്ചോ, 90 ഡിഗ്രി, പരമാവധി 90 ഡിഗ്രി വെച്ചാൽ മതി. കുഴപ്പമില്ല, പലക പൊട്ടാണ്ടെന്നാ വൈ.
ഓക്കെ ഇനി അടുത്തായിക്കോ. 4 നോക്കാം. 2 ഇതിലല്ലേ അല്ല അല്ല ഇതുകൊണ്ടാ ഒരു കത്തി വേണോ ആധാരം വേണോ അതിനാ വന്നത്. ഷെഫീനെ വിളിക്കും. ഇത് ഓരോ പ്രാവശ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് വയ്ക്കാം. നൈസായിട്ട് ചെത്തിയാൽ മതി. അത്ര മതി. വെക്കുന്നു. ഇനി കറക്കിക്കോ. ഇവിടെ പിടിക്കുന്നു. ഇവിടെ പിടിക്കാം. ഇത് ഇനി കറക്കിക്കോ. കറക്കിക്കോ. സ്ലോലും കറക്കിക്കോ. കുറച്ചും കൂടി സ്പീഡ് ആയിക്കോട്ടെ. ഇത്തിരി കൂടി സ്പീഡ് ആയിക്കോട്ടെ. മതി നിർത്തിക്കോ. നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡ് പിടിച്ചിട്ട് പതുക്കെ എന്ത് ചെയ്യുക പൊന്തിക്കാം. അപ്പോൾ എന്നാൽ ഈ സൈഡ് തേനൊക്കെ പോന്നിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങിൽ ഇറക്കണം. ഉഷാറാവട്ടെ. തേന് നല്ല കട്ടിയുണ്ട്, അതാണ് പെട്ടെന്ന് പോരാത്. അപ്പം നമ്മൾ 2-3 വട്ടം കറക്കേണ്ടി വരും. ഇങ്ങനെ പൊട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാം, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്നും കൂടി കറക്കാം. നല്ല പല പൂക്കളുടെയും മാവിൻ്റെയും തെങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ടാവും. ഓക്കെ ഇപ്പൊ പോന്നു. ഇങ്ങോട്ട് എനിക്ക് കറക്കണോ? ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഇപ്പുറ സൈഡ് വാ. ഇങ്ങോട്ട് ഇവിടെ വാ, ഇരിക്കൂട് വാ. ശരി കറക്കിക്കോ. ഇങ്ങനെ കറക്കി. ഓ ചാറല്ലേ. ഓക്കെ റോഡിൽ കൊടുത്ത കച്ചറുള്ള റോഡില്ലേ അത് കൊടുത്ത് അല്ലല്ല നമ്മുടെ സൈഡിൽ അത് അതിന്റെ പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ കറക്കല്ല. ഇതും കൂടി അപ്പൊ ഇങ്ങനത്തെ പുഴുക്കളുള്ള നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ ചെത്താൻ പാടില്ല. കറക്കി എടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യുക, ഈ പുഴുക്കൽ അടിച്ച് കളയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതും നമ്മൾ തേൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മള് മുന്നിൽ കൂടി വന്ന റോഡില്ലേ, മെയിൻ റോഡ്, അതിനടുത്ത് പിന്നെ കണക്കുണ്ടാവില്ലല്ലോ. 33 തന്നെ 1.5 സെന്റ് അബൂന് കൊടുത്തത്. നിങ്ങളോട് എത്ര മണിയാ പറഞ്ഞത്? 1 2 3 കറക്കിയോ. ഇനി വിശ്രമിച്ചോ, ഇനി റെസ്റ്റിംഗ്. പതുക്കെ പൊന്തട്ടെ പതുക്കെ. ഇനി മെല്ലെ അപ്പുറത്ത് കൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ സൂപ്പറിലേക്ക് നമ്മൾ ഈ ഫ്രെയിം ഇട്ട് കൊടുക്കാൻ വേണം. ഫ്രെയിം വെക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഫ്രെയിം മാത്രമേ വെച്ചെടുക്കാം. ഇനി ഫ്രെയിം വെച്ചോ. അപ്പോൾ നമുക്ക് ഒന്നിൽ 4 5 വെക്കാം. 4 വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് വീർപ്പിച്ച് കുറച്ച് കൂടുതൽ അളവ് തേൻ കിട്ടും. ഓക്കെ, 1 വെച്ചു. 2 വെച്ചു. പതുക്കെ. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, 2 സൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റബ്ബർ ബാൻഡ് നമ്മൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റബ്ബർ ബാൻഡ് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ റബ്ബർ ബാൻഡ് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ അവർ നന്നായിട്ട് വീർപ്പിക്കുള്ളൂ. 2 സൈഡ് ഇങ്ങനെ പിടിച്ചു. ഇനി തുല്യ അളവിൽ എന്ത് ചെയ്യുക, ഇനി ആ സൂപ്പർ എടുത്തോ. അപ്പോൾ നമ്മളിനി സെക്കൻഡ് സൂപ്പർ നമ്മളിന്ന് കയറ്റാൻ പോവാണ്. എടുത്തോ. ഇനി ഈച്ച ജാമാവാത്ത രീതി പതുക്കെ ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യണോ, പതുക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഈച്ച തട്ടിയാൽ തന്നെ അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ,
ഇനി നമ്മളെപ്പോൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇടത് സൈഡ് ചേർത്ത് ഇങ്ങനത്തെ ഫ്രഷ് അടകൾ നമ്മൾ വെട്ടിക്കൊടുത്ത അടകൾ ഇടത് സൈഡ് ചേർത്ത് ഇങ്ങനെ വെച്ചു. ഇതിന് 2-3 ദിവസം കൊണ്ട് തന്നെ അവർ മൊത്തം തട്ടിപ്പിക്കും. ഇത് ഫുള്ളും സെറ്റാക്കിയിട്ട് ഈ ഈച്ചയിലെ വേസ്റ്റ് മൊത്തം കളഞ്ഞിട്ട് വരെ എന്ത് ചെയ്യും, ഒരു അതിൽ വരെ എന്ത് ചെയ്യും അത് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ വെച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സൂപ്പറും കയറ്റി. എന്നിട്ട് ഒരു ഏകദേശം തുല്യ അളവിൽ നമ്മളിത് വെച്ചു. ഇനി ഈ ഈച്ചനെ വെച്ചോ, വളരെ സാവകാശം വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ കൊടുത്തെടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഇത് കെട്ടാൻ പോവാണ്. ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബീ കീപ്പിങ്ങിൻ്റെ ഫസ്റ്റ് ഹാർവസ്റ്റിങ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എന്തേനു? കരിവളം. കരിവളം അസ്ഹർ റഹ്മാൻ്റെ വൈഫ് ബസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞോ, എങ്ങനെയുണ്ട്? ഇനി ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പേടിയുണ്ടേനോ? ആദ്യമോ പേടിയില്ല. ആ, പിന്നെ ഇതൊക്കെ ഇട്ടപ്പോൾ ഒരു ധൈര്യം. ഈച്ച ശക്തമാണ്, അതിശക്തമായ ഈച്ചയാണ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുകയാണ്. നല്ല ചൂടുണ്ട്. അവിടെ ഉണ്ടോ ഇതിൽ? ഉണ്ട്. നല്ല തേനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആ പ്ലേറ്റ് മോനെ, ആ പ്ലേറ്റ് എടുത്തോ. ഓയാ, ഓക്കെ. ഓ, ഇതെനിക്കിട്ടാ ഇവനെ, ഇതെനിക്ക്. ഇതിന് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചോ. ചക്കരയൊക്കെ കുത്തിയിച്ച. പക്ഷെ നമ്മൾ പിന്തിരിയാൻ പാടില്ല. ഈച്ച വിചാരിക്കും നമ്മൾ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. പക്ഷേ നമ്മൾ ഈച്ചേനെ തീർക്കാൻ പാടില്ല. മറ്റേ ഈ ഈച്ചേനെയാ അല്ലെങ്കിൽ വേറെ ഈച്ചയാ? വലിയ ഈച്ച. ലോക്ക് ഒട്ടിച്ചെടുത്ത. ഓഫ്, ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതാണ് ഭയങ്കര കുത്തിയെന്ന് അതൊക്കെ പറഞ്ഞത്. നമുക്ക് നോക്കാം. കോട്ട് ചെയ്തോ? ഓനിക്ക് കൊടുക്ക്. വേണ്ട, എനിക്ക് കോട്ട് വേണ്ട. കോട്ട് ഭയങ്കര ചൂട്. ഇഞ്ചി പോലെ അപ്പുറത്തല്ലേ? ആ, അത് തന്നെ. ഈ സാധനം ഇഞ്ചി കൊണ്ടുവച്ചു. എനിക്ക് ഇത് ഓർക്ക് കൊടുക്കാം. നിനക്കുള്ള കൊണ്ടുവച്ചിട്ട് വന്നോ? അതിന് പ്ലേറ്റോടെ കൊണ്ടുവയ്ക്കോ? അയറ്റി പോവും. മൈക്കോ കിട്ടിയോ? ഈ കോട്ടിട്ടാ, കോട്ടിട്ട് കോട്ടിട്ടിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ വാരാമ്പറ്റ, എന്തൊരു ചെറുകളോ, വാരാമ്പറ്റ കരിവളത്തുള്ള തേനീച്ച കോളനിയിൽ നിന്ന് നമ്മൾ തേനെടുത്തിരുതാ വയ്ക്കുകയാണ്. നല്ല കട്ടിയുള്ള തേനാട്ടാ, നല്ല ഗോൾഡ് കളർ. നമ്മൾ അരിച്ച് എടുക്കുകയാണ്. അതാണ് പുഴു. വയനാട്ടിലിത് 3ാമത്തെ കറക്കാണ്. തേൻ്റെ അളവ് കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കൊഴുപ്പുള്ള തേൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എത്രാമത്തെ ഹാർവെസ്റ്റായി? 2, 3, 4? ചില നാട്ടിലൊക്കെ 5 ആയി എന്നൊക്കെ കേട്ടു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എത്രാമത്തെ ഹാർവെസ്റ്റായി, എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. ഇവിടെ ചെറുതായിട്ടൊരു ദിവസം മഴ പെയ്തിരുന്നു, പക്ഷെ കുഴപ്പമില്ല.